60ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ഗ്രാമോത്സവത്തിൽ റെസിഡൻസ് അസോസിയേഷനും അങ്കണവാടി ടീച്ചേഴ്സും ആശാ വർക്കേഴ്സും പങ്കെടുക്കുന്ന സർഗസന്ധ്യ എന്ന പേരിൽ നടന്ന പരിപാടിയിൽ ഗ്രാമീണ കലാകാരന്മാർ അവതരിപ്പിച്ച കലാരൂപങ്ങൾ നാടിന്റെ ആവേശമായി മാറി. പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് പരിപാടി ധന്യമായി. ഗ്രാമപഞ്ചായത്തിന്റെ ആശാ വർക്കേഴ്സും അങ്കണവാടി ടീച്ചേഴ്സും ഹെൽപ്പേഴ്സും അവതരിപ്പിച്ച, പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനിലെ പുരുഷന്മാരും അവതരിപ്പിച്ച കോൽക്കളി പ്രത്യേകം ശ്രദ്ധമായി. പങ്കെടുത്ത റെസിഡൻസ് അസോസിയേഷൻ ടീമിനും ആശാ വർക്കർക്കും അങ്കണവാടി ടീച്ചേഴ്സിനും ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹോപഹാരം വടകര MLA KK രമ നിർവഹിച്ചു. പുറത്ത് മഴ അങ്ങനെ തകർത്താടുകയാണ്. അകത്ത് നമ്മുടെ കലാകാരികൾ അതിലേറെ തകർത്താടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രൊഫഷണലുകളെ പോലും വെല്ലുന്ന മികവുറ്റ പ്രകടനമാണ് നമുക്ക് ഓരോ പ്രകടനവും നമുക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും ഉള്ളു നിറഞ്ഞു അകം നിറഞ്ഞു എന്നതാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തോരാതെ കൈമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ഭംഗിയായി മനോഹരമായി ഓരോ കലാകാരന്മാരും ഇവിടെ പരിപാടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് എങ്ങനെ വ്യത്യസ്തമായിരിക്കണമെന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എങ്ങനെ വ്യത്യസ്തമായിരിക്കണമെന്നും നമുക്ക് കാണിച്ചു തരികയാണ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായിട്ടും ഇതൊരു അടയാളപ്പെടുത്തലാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഒഞ്ചി പഞ്ചായത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. ഈ 60ാം വാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഈ ഗ്രാമോത്സവം ഓരോ വീടിൻ്റെയും അകത്തളങ്ങളിൽ ജീവിതങ്ങൾ എരിഞ്ഞ് അടങ്ങുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കലാകാരികൾ, അവരുടെ ഉള്ളിലുള്ള വാസനകൾ, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അതൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു അവസരവും അത് നമുക്ക് കാണിച്ചു തരികയുമാണ്. എന്തെല്ലാം കഴിവുകളാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് എന്നത്. തീർച്ചയായിട്ടും അതിന് അവസരം തന്ന ഈ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിനെയും അഭിനന്ദിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ് സ്വാഗതം പറഞ്ഞു. ജൗഹർ വെള്ളികുളങ്ങര, രഞ്ജിത്ത് MP. നമ്മുടെ ഗ്രാമീണ സർഗസന്ധ്യ ഇതൊരു തുടക്കമാണ്. ഒഞ്ചിയത്തെ എല്ലാ കൂട്ടായ്മകളെയും, കാരണം നമ്മുടെ ഗ്രാമത്തിലുള്ള കലാകാരന്മാരുടെ കഴിവുകൾ സംബന്ധിച്ച് ഈ ഒരു 2-3 മണിക്കൂറുകളിൽ നമ്മൾ കണ്ടെങ്കിൽ 1-2-3 ദിവസം തീർത്താൽ പോലും തീരാത്ത അത്രയും മണിക്കൂറുകൾ അവതരിപ്പിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒട്ടനവധി കലാകാരന്മാർ നമ്മുടെ ഈ ഗ്രാമത്തിലുണ്ട്. നമുക്ക് അവരെയാണ് ആവശ്യം. നമുക്ക് പ്രൊഫഷണൽ പരിപാടികളൊക്കെ കാണാം, പക്ഷേ ഇവരുടെ ഈ നിധികുംഭങ്ങൾ, അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ നിധികുംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഗ്രാമീണ സർഗസന്ധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ഒരു പടവ് നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചു. തീർച്ചയായും ഇതിനൊരു തുടർച്ച വലിയ ഒരു തുടർച്ച വേണം. അതിന് നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്